അഖിൽ, വെരി ഗുഡ് മോർണിംഗ് അഖിൽ. വെരി ഗുഡ് മോർണിംഗ് റഹീസ്. വെരി ഗുഡ് മോർണിംഗ് രാഹുൽ. കോട്ടയത്ത് എങ്ങനെയാണ് മഴ മാറി നിൽക്കുന്നു? തെളിഞ്ഞു അന്തരീക്ഷം. സൂര്യൻ ഇങ്ങനെ തലപൊക്കി നോക്കിയോ കോട്ടയത്ത്? എന്താ അവിടുത്തെ അവസ്ഥ? മീനിടത്തെ തെരച്ചിൽ എവിടെ വരെ എത്തി? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇപ്പോൾ തെളിഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ്. അതായത് നല്ല വെയിലാണെന്നുള്ളതാണ്. ഇടയ്ക്കൊന്ന് മേഘങ്ങളൊന്നും ഒന്ന് മൂടി പോകുന്നല്ലാതെ കാര്യമായ മഴയോ ഒന്നും തന്നെ കോട്ടയത്ത് ഇല്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈപ്പൻ ഈ തോട്ടിലേക്ക് വീഴുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പറമ്പ് തോടിനോട് ചേർന്നുള്ള പറമ്പിൽ തേങ്ങ ഇടിക്കാൻ പോയതാണ്. ആ സമയത്ത് ഒരു തേങ്ങ തോട്ടിലേക്ക് പോയി. അത് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇദ്ദേഹം തോട്ടിലേക്ക് വീണു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശവാസികൾ ആളുകളൊക്കെ ചോദിക്കുമ്പോൾ അത്തരത്തിലാണ് അറിയുന്നത്. ഈ തേങ്ങ ഇടാൻ വന്ന ആൾ തെങ്ങിന് മുകളിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് രക്ഷിക്കാനൊന്നും സാധിച്ചുമില്ല. ഈപ്പന് കാര്യമായി നീന്തൽ അറിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ രാവിലെ തോട്ടിലേക്ക് പോയതാണ്. വലിയ രീതിയിലുള്ള വെള്ളം, നല്ല ഒഴുക്കുണ്ട്, തോട്ടിലാകെ ഉണ്ട്. അപ്പോൾ ഈ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ടീം എമർജൻസി കേരള, അവർ മുങ്ങിൽ വിദഗ്ധർ അംഗ RRT സംഘമാണ്. അവരെത്തിയിട്ടാണ് ഇപ്പോൾ ഈ തെരച്ചിൽ തോടിലാകെ തന്നെ ഈപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ്. വളരെ ദരുണമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഈ തൊഴിൽ പറമ്പിലേക്ക് പോയതാണ്. ആ സമയത്ത് ഈ തേങ്ങ തോട്ടിലേക്ക് പോകുമ്പോൾ അത് എടുക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ ആ തോടിനുള്ളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള, നീന്തൽ കൂടി അറിയില്ല എന്നതോടുകൂടി തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാതായി പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ, പടിഞ്ഞാറ് മേഖലയൊക്കെ തന്നെ ഇന്നലെയൊക്കെ വലിയ വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ട് ഇപ്പോൾ ചെറിയ തോതിൽ താഴ്ന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത്ര കാര്യമായ താഴ്ചയൊന്നും ഇല്ലെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. മീനച്ചിലാറിലെയും ജലനിരപ്പ് കുറയുന്നുണ്ട്. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ എവിടെയും പെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ ചാറിപ്പോകുന്ന ഒഴിച്ചാൽ കാര്യമായ മഴയോ മഴയ്ക്ക് കാര്യമായ ശക്തിയോ ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം അത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. 65 ക്യാമ്പുകളിൽ നിന്നായി 2000 ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ, വിവിധ ജില്ലയിലെ വിവിധ ഭാഗങ്ങളുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു എന്നുള്ളതാണ്. ഏകദേശം 260ഓളം വീടുകൾ ഭാഗികമായി കഴിഞ്ഞ ഈ ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടായ നാശനഷ്ടത്തിൽ ഭാഗികമായി തകർന്നു. ഒരു വീട് പൂർണ്ണമായും തകർന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈപ്പനായിട്ടുള്ള ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത് തന്നെയാണ്. അരുൺകുമാർ. ഓക്കെ.